വെൽക്കം ബാക്ക്. നമുക്ക് സിമുലേഷൻ്റെ രണ്ട് മൂന്ന് പ്രോബ്ലം ഒന്ന് ഡിസ്കസ് ചെയ്യാം. സിമുലേഷനകത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞ അത്രയും ടോപ്പിക്കുകൾ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിൻ്റെ പ്രോസസ്സ് എന്താണ് എന്നൊന്ന് നോക്കിയാൽ മതി. എന്തായിരുന്നു നമ്മൾ പറഞ്ഞേ? ദാറ്റ് മീൻസ് നമുക്ക് തന്നിരിക്കുന്ന ഫ്രീക്വൻസിനെ നമ്മൾ പ്രോബബിലിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്തു. ചില പ്രോബ്ലങ്ങളിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് തരാനുള്ള സാധ്യതയുണ്ട്? പ്രോബബിലിറ്റി തരാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെ തന്നില്ലെങ്കിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ, ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിലോ നമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിലോ അതിനെ കൺവേർട്ട് ചെയ്ത് പ്രോബബിലിറ്റി ആക്കുക. ആ പ്രോബബിലിറ്റിനെ നമ്മൾ ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനകത്തോട് കൊണ്ടുവരിക. ആ ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റിയിൽ നിന്ന് നമുക്ക് റേഞ്ച് നോക്കുക. ഇതാണ് ഇനിഷ്യൽ സ്റ്റെപ്പ്. ഇനി റാൻഡം നമ്പേഴ്സ് ഇല്ലാതെ നമുക്ക് സിമുലേഷനകത്ത് ഒന്നും ചെയ്യാനില്ല. ഓരോ റാൻഡം നമ്പേഴ്സ് നമ്മൾ എടുക്കുന്നു. ആ റാൻഡം നമ്പേഴ്സ് വരുന്നത് ഏത് റേഞ്ചിനകത്താണെന്ന് നോക്കുന്നു. അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഫിഗർ നമ്മൾ എഴുതുന്നു, അല്ലേ? അല്ലെങ്കിൽ ആ റേഞ്ചിനകത്ത് വരുന്ന എസ്റ്റിമേറ്റഡ് ഫിഗർ ഏതാണോ അത് നമ്മൾ കോട്ട് ചെയ്യും. ഇത്രയാണ് നമ്മൾ ചെയ്തത്. നമ്മൾ ഈ വീഡിയോക്കകത്ത് ഈ സിമുലേഷൻ്റെ തന്നെ ഒരു 2-3 പ്രോബ്ലം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോക്കി. എ സ്മോൾ റീറ്റെയിലർ ഹാസ് സിറ്റുവേറ്റഡ് ദ വീക്ക്ലി റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്, സ്റ്റഡീഡ് ദ വീക്ക്ലി റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് ഓവർ ദ പാസ്റ്റ് 200 വീക്സ് ആൻഡ് ഹാസ് ഡെവലപ്ഡ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് ഇൻഫർമേഷൻ. മനസ്സിലായി? ഓക്കെ. A small retailer has studied the weekly receipts and payment over the past 200 weeks and has developed the following set of information. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? വീക്ക്ലി റെസീപ്റ്റ്സ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, അത് ഉണ്ടാവാനുള്ള സാധ്യതയുള്ള പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. വീക്ക്ലി പേയ്മെന്റ് തന്നിട്ടുണ്ട്, അതിന്റെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. മനസ്സിലായി? ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? യൂസിങ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് റാൻഡം നമ്പേഴ്സ്. നോക്കി, റെസീപ്റ്റിന് വേറെ, റെസീപ്റ്റിന് വേറെ ആൻഡ് പേയ്മെന്റിന് വേറെ, രണ്ടിനും വെവ്വേറെ റാൻഡം നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. നോക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സിമുലേറ്റ് ദ വീക്ക്ലി പാറ്റേൺ ഓഫ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് ഫോർ ദ 12 വീക്സ് ഓഫ് ദ നെക്സ്റ്റ് ക്വാർട്ടർ. സോ 12 ആഴ്ചത്തെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അസ്യൂമിങ് ഫർദർ ദാറ്റ് ദ ബിഗിനിങ് ബാങ്ക് ബാലൻസ്, ദാറ്റ് മീൻസ് ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 8,000 rupees ഉണ്ട്. ഓപ്പണിംഗ് ബാലൻസ് 8,000 rupees ഉണ്ട്. വാട്ട് ഈസ് എസ്റ്റിമേറ്റഡ് ബാലൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദ 12-week പീരീഡ്? സോ നോക്കി, 12 ആഴ്ച കഴിയുമ്പോൾ നമ്മുടെ ക്യാഷ് ബാലൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി വാട്ട് ഈസ് ദ ഹയസ്റ്റ് വീക്ക്ലി ബാലൻസ് ഡ്യൂറിംഗ് ദ ക്വാർട്ടർ? ഏറ്റവും കൂടുതൽ ബാലൻസ് വരുന്നത് ഏത് വീക്കിലാണ്, അല്ലെങ്കിൽ അത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, വാട്ട് ഈസ് ദ ആവറേജ് വീക്ക്ലി ബാലൻസ്? ദാറ്റ് മീൻസ് വീക്ക്ലി ബാലൻസിന്റെ ആവറേജ്. അങ്ങനെ 3 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് എത്രയാണെന്ന് അറിയണം, ആ 12 ആഴ്ചയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരുന്ന ക്യാഷ് ബാലൻസ് എത്രയാണെന്ന് അറിയണം, ആ 12 ആഴ്ചയിലെ ആവറേജ് അറിയണം. സോ നോക്കി, ഓപ്പണിംഗ് ബാലൻസ് 8,000 rupees ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ? 12 ആഴ്ചയിലെ റാൻഡം നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അല്ലേ? ഏതിൻ്റെയൊക്കെ തന്നിട്ടുണ്ട്? റെസീപ്റ്റിൻ്റെയും പേയ്മെൻറ്റിൻ്റെയും തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന എന്താ? ഫോർ റെസീപ്റ്റ് പ്രോബബിലിറ്റി നോക്കി, 0.20, 0.30, 0.40, 0.10. സോ നമുക്ക് ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി എഴുതാം. എത്ര വരും? 0.20, 0.50, 0.901. അങ്ങനെയല്ലേ? ദാറ്റ് മീൻസ് പ്രോബബിലിറ്റിനെ നമ്മൾ ക്യുമുലേറ്റ് ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് റേഞ്ച് എഴുതാം. ഇവിടെ 0.20 ദാറ്റ് മീൻസ് 20%. സോ 1 to 19, അല്ലേ? അടുത്തത് 0.50 ദാറ്റ് മീൻസ് 20 to 49. അടുത്തത് 90 ദാറ്റ് മീൻസ് 50 to 89. അടുത്തത് 1 ദാറ്റ് മീൻസ് 90 to 99. സോ തന്നിരിക്കുന്ന പ്രോബബിലിറ്റിനെ നമ്മൾ ഏതിലോട്ട് കൊണ്ടുവന്നു? ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റിയിലോട്ട് കൊണ്ടുവന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തി റേഞ്ച് ചെയ്തു. ഇനി ആദ്യത്തെ ആഴ്ചയിലെ നമുക്ക് നോക്കാം. ആദ്യത്തെ ആഴ്ചയിലെ ഫോർ റെസീപ്റ്റ് റാൻഡം നമ്പർ എത്രയാ? 0.3 ആണെങ്കിൽ ഏത് റേഞ്ചിൽ വരും? 1 to 19 എന്ന് പറയുന്ന റേഞ്ചിൽ വരും, അല്ലേ? ദാറ്റ് മീൻസ് 3,000 ആയിരിക്കും ആദ്യത്തെ ആഴ്ചയിലെ വീക്ക്ലി റെസീപ്റ്റ്. ഇതേപോലെ തന്നെ പേയ്മെന്റിന്റെയും ചെയ്യാം. ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി എടുക്കുമ്പോൾ 0.30, 0.70, 0.901. റേഞ്ച് എഴുതുമ്പോഴോ 1 to 29, 30 to 69, 70 to 89 and 90 to 99. ഇത് ഏതിൻ്റെയാ? പേയ്മെന്റിൻ്റെയാ. നമ്മൾ നേരത്തെ വീഡിയോയിൽ ചെയ്തതിനകത്ത് പേയ്മെന്റിനും അല്ലെങ്കിൽ ഡിമാൻഡിനും ഒറ്റ റാൻഡം നമ്പേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ രണ്ടാണ്. ഏതൊക്കെയായിരുന്നു? ഈ പറയുന്ന പോലെ റെസീപ്റ്റിനും പേയ്മെന്റിനും രണ്ട് റാൻഡം നമ്പറാണ്. സോ അത് അതേപോലെ തന്നെ ചെയ്യണം. ഇനി നോക്കിയേ, ഫോർ പേയ്മെന്റ് എത്രയാ? 61 ആണ് ഫോർ പേയ്മെന്റിന് പറഞ്ഞത്, അല്ലേ? 61 ഏത് റേഞ്ചിൽ വരും? ഈ സെക്കൻഡ് റേഞ്ചിനകത്ത് വരും. സോ പേയ്മെന്റ് എത്രയാ? 6,000 ആണ് അവരുടെ പേയ്മെന്റ് പറഞ്ഞത്. സോ നോക്കി, ഓപ്പണിംഗ് ബാലൻസ് 8,000 ഉണ്ടായിരുന്നു. ആദ്യത്തെ ആഴ്ചയിലെ റെസീപ്റ്റ് ആയിട്ട് നമുക്ക് 3,000 rupees കാണിക്കാം.
ആദ്യത്തെ ആഴ്ചയിലെ പേയ്മെന്റ് ആയിട്ട് നമുക്ക് എത്ര രൂപ കാണിക്കാം? 6,000 rupees കാണിക്കാം. ഇങ്ങനെ ഓരോ വീക്കിൻ്റെയും നമ്മൾ ചെയ്യണം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ആൻസർ ചെയ്തിരിക്കണേ നോക്കാം. കണ്ടോ, നമ്മൾ കണ്ടുപിടിച്ച പോലെ തന്നെ റെസിപ്റ്റ്, പ്രോബബിലിറ്റി, ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി, റേഞ്ച് ഏതിൻ്റെയാ? റെസിപ്റ്റിൻ്റെ. അതേപോലെ തന്നെ പേയ്മെൻറ്റിനും ചെയ്തിട്ടുണ്ട്. പേയ്മെൻറ്റ്, പ്രോബബിലിറ്റി, ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി, റേഞ്ച്. ഓക്കെ, നോക്കി ആൻസർ ചെയ്യുമ്പോൾ ദാ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് 8,000 rupees കാണിച്ചിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് 8,000 rupees നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനി നോക്കിയാൽ ഓരോ ആഴ്ചയിലെയും റാൻഡം നമ്പേഴ്സ് എടുക്കുക. ആദ്യത്തേത് 3 ആയിരുന്നു. സോ 3 ഏത് റേഞ്ചിലാണ് വരണേന്ന് നോക്കണം. നമ്മളിപ്പോൾ പറഞ്ഞതാ 3 ഏത് റേഞ്ചിലാണ് വരണേ? 3,000 റേഞ്ചിലാണ് പറഞ്ഞേ. സോ റെസിപ്റ്റ് 3,000 വരും അല്ലേ? പേയ്മെൻറ്റിൻ്റെ 61 ആണ്. സോ അതെത്ര വരും? 61 6,000 വരും. സോ പേയ്മെൻറ്റ് എഴുതി. സോ ആദ്യത്തെ ആഴ്ചയിലെ ക്ലോസിംഗ് ബാലൻസ് എത്രയായിരിക്കും? ആദ്യത്തെ ആഴ്ചയിൽ 5,000 ആയിരിക്കും. എങ്ങനെയാ? ഓപ്പണിംഗ് ബാലൻസ് 8,000 ഉണ്ടായിരുന്നു, പ്ലസ് ഈ ആഴ്ചയിലെ 3,000 റെസിപ്റ്റ്. സോ 11,000 ആയി, മൈനസ് 6,000 അല്ലേ? പേയ്മെന്റ് 6,000 ആണ്. സോ ആദ്യത്തെ ആഴ്ചയിലെ ക്ലോസിംഗ് ബാലൻസ് എത്ര വരും? 5,000 വരും. സെക്കൻഡ് വീക്കിലെ റാൻഡം നമ്പർ നോക്കി, 91 ആണ്. 91 ഏത് റേഞ്ചിൽ പറഞ്ഞ? ലാസ്റ്റ് റേഞ്ചിൽ പറഞ്ഞ അല്ലേ? ഇതാ. സോ എത്ര വരും? 12,000 വരും. ഇനി അതിൻ്റെ പേയ്മെന്റിന്റെ റാൻഡം നമ്പർ എത്രയാ? 96 ആ. മനസ്സിലായോ? സോ 96 10,000 വരും. അതിന്റെ ക്യാഷ് ബാലൻസ് എത്രയായിരിക്കും? രണ്ടാമത്തെ ഓപ്പണിംഗ് ബാലൻസ് 5,000 ഉണ്ടായിരുന്നു, പ്ലസ് 12,000 17,000 മൈനസ് പേയ്മെന്റ് 10,000 7,000 rupees വരും. ഇങ്ങനെ ഓരോ വീക്കിലെയും കാണും. ഓരോ വീക്കിലെയും കാണുന്ന നേരത്ത് നമുക്ക് എന്ത് കിട്ടും? ക്ലോസിംഗ് ബാലൻസ് കിട്ടും. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു, ക്ലോസിംഗ് ബാലൻസ് എത്രയാണെന്ന് നോക്കാം. നമ്പർ 1. നമ്പർ 2, ഏറ്റവും ഹയസ്റ്റ് ബാലൻസ് എത്രയാണെന്ന് നോക്കണം. സോ നോക്കി, ആ ആഴ്ചയിലെ എല്ലാ ഫിഗറും നോക്കാം. ഏറ്റവും ഹയസ്റ്റ് ബാലൻസ് എന്ന് പറയുന്നത് 7,000 ആണ്. മനസ്സിലായോ? ഇനി ആവറേജ് ആണ് ചോദിച്ചിരിക്കണേ. എല്ലാം കൂടെ ആഡ് ചെയ്യുക. ഓപ്പണിംഗ് ബാലൻസ് അല്ല കേട്ടോ, 12 ആഴ്ചയിലാണ് ചോദിച്ചിരിക്കണേ. സോ ഈ 12 ആഴ്ചയിലെ ക്യാഷ് ബാലൻസ് എല്ലാം കൂടെ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് ബാലൻസും കിട്ടും. സോ പ്രോബ്ലത്തിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഓപ്പണിംഗ് ബാലൻസ് എടുക്കാൻ വിട്ടു പോകരുത്. നമ്പർ 1, റെസിപ്റ്റിന് വേറെ, പേയ്മെന്റിന് വേറെയാണ്. പ്രോസസ്സൊക്കെ സെയിം തന്നെയാണ്. മനസ്സിലായോ? പ്രോസസ്സ് എല്ലാം സെയിം ആണ്. സോ ഓപ്പണിംഗ് ബാലൻസിന്റെ കൂടെ റെസിപ്റ്റ് ആഡ് ചെയ്യുക, എന്നിട്ട് അതിന്റെ പേയ്മെന്റ് നമുക്ക് ലെസ് ചെയ്ത് കളയാം. സോ ക്ലോസിംഗ് ബാലൻസ് കിട്ടും. 3 ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്ലോസിംഗ് ബാലൻസ് എത്രയാണ്? 12 ആഴ്ച കഴിയുമ്പോൾ ക്ലോസിംഗ് ബാലൻസ് എത്രയാണ്? -3,000. നമ്പർ 1. നമ്പർ 2, ആ വീക്കിലെ ഏറ്റവും ഹയസ്റ്റ് വരുന്ന ബാലൻസ് എത്രയാണ്? 7,000. ഓക്കെ. ആൻഡ് തേർഡ് വൺ, ആവറേജ് ബാലൻസ് എത്രയാണ്? ആ 12 ആഴ്ചയിലെ ആവറേജ് ബാലൻസ് എത്രയാണ്? എത്ര വരും? 45,000 ഡിവൈഡ് ബൈ 12. ചെയ്ത് നോക്കാവോ? ഓക്കെ, എളുപ്പമാണ്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത അല്ലെങ്കിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെക്കുക, എന്നിട്ട് ഈ പ്രോബ്ലം ആൻസർ ചെയ്യുക, എന്നിട്ട് അടുത്തതിലോട്ട് നോക്കാം. ഓക്കെ, അടുത്ത ഇല്ലുസ്ട്രേഷൻ. An automobile production line turns out about 100 cars per day, but the deviation occurs owing to the many causes. അതായത് നോർമൽ കേസിനകത്ത് അവർ ഒരു ദിവസം 100 കാറുകൾ വെച്ച് പ്രൊഡക്ഷൻ നടത്തും. The production is more accurately described by the probability distribution given below. സോ എന്തേലും അല്ലെങ്കിൽ അതിനകത്തൊരു ഡീവിയേഷൻ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇവിടെ പറയുന്നത് നോക്കി, കുറച്ച് ഡീറ്റെയിൽസ് പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. ഓരോ ദിവസങ്ങളിൽ എത്രയൊക്കെ വെച്ചിട്ടാവാം എന്നുള്ളൊരു പ്രോബബിലിറ്റി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എങ്ങനെയാ? 3% 95 ആൻഡ് 5% 96 വെച്ച് പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. 7% 97 കാറുകൾ വെച്ച് പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. അങ്ങനെ 95 തൊട്ട് 105 വരെയുള്ള പ്രോബബിലിറ്റീസ് തന്നിട്ടുണ്ട്. മനസ്സിലായോ? ക്വസ്റ്റ്യൻ: ഫിനിഷ്ഡ് കാർ ആർ ട്രാൻസ്പോർട്ടഡ് അക്രോസ് ദ ബേ അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ഡേ ബൈ ഫെറി. മനസ്സിലായോ? ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് കാറുകളെ ഫെറിയിലാണ് അങ്ങോട്ട് കിടത്തണേ. പറയുന്നത് ഇഫ് ദ ഫെറി ഹാസ് എ സ്പേസ് ഫോർ ഓൺലി 101 കാർസ്, അതായത് 101 കാറുകൾ കൊണ്ടുപോകാനുള്ള സ്പേസ് മാത്രമേ ആ ഫെറിക്കുള്ളൂ. വാട്ട് വിൽ ബി ദ ആവറേജ് നമ്പർ ഓഫ് കാർ വെയിറ്റിംഗ്സ് ടു ബി ഷിപ്ഡ്? ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് വിൽ ബി ദ ആവറേജ് നമ്പർ ഓഫ് കാർസ് വെയിറ്റിംഗ് ടു ബി ഷിപ്ഡ്? സോ നിങ്ങൾ ആലോചിച്ച് നോക്കി, 101 കാറുകൾ കൊണ്ടുപോകാനുള്ള സ്പേസേ ആർക്കുള്ളൂ? ആ ഫെറിക്കുള്ളൂ. സോ ആവറേജ് നമ്പർ ഓഫ് കാർ, വെയിറ്റ് ചെയ്യുന്ന ആവറേജ് നമ്പർ ഓഫ് കാറിൻ്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ആ ഒരു ദിവസം 101 കാറുകളെ കൂടുതലാണ് നിങ്ങൾ പ്രൊഡക്ഷൻ നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ?
സപ്പോസ് 103 കാറുകളാണ് ഒരു ദിവസം പ്രൊഡക്ഷൻ നടത്തുന്നതെന്ന് വിചാരിക്കുക. ആ ഒരു ദിവസം 101 കാറുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ബേ ക്രോസ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം ഫെറിയിൽ ആകെ 101 കാറുകൾക്കുള്ള സ്പേസേ ഉള്ളൂ. സോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ 101 കൂടുതൽ എത്രയാണോ അത് വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്പർ 2, വാട്ട് വിൽ ബി ദ ആവറേജ് നമ്പർ ഓഫ് എംപ്റ്റി സ്പേസ് ഓൺ ദ ബോട്ട്. ആ ബോട്ടിനകത്ത്, ആ ഫെറിക്കകത്തുള്ള എംപ്റ്റി സ്പേസ് എങ്ങനെയാണ്, 101 കാറുകൾ വരെ കൊണ്ടുപോകാനുള്ള സ്പേസ് ഉണ്ട്. അതിനേക്കാൾ കുറവാണ് പ്രൊഡക്ഷൻ നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും എംപ്റ്റി സ്പേസ് ഉണ്ടാവും. സോ ഇതിന്റെ രണ്ടിന്റെയും ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാ, നമുക്ക് കുറെ റാൻഡം നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 20, 63, 46, 16 അങ്ങനെ കുറെ റാൻഡം നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. മനസ്സിലായോ? സോ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്ഷൻ പെർ ഡേ ഉണ്ട്, പ്രോബബിലിറ്റി ഉണ്ട്. സോ ഈ പ്രോബബിലിറ്റിനെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി ആക്കണം. എന്നിട്ട് എന്ത് എഴുതണം, റേഞ്ച് എഴുതണം. ആ റേഞ്ചിനെ ഈ പറയുന്ന റാൻഡം നമ്പേഴ്സുമായിട്ട് നമുക്ക് ചെയ്യാം. നോക്കാം എങ്ങനെയാണ് ആൻസർ ചെയ്യണമെന്ന് നോക്കാം. സോ നോക്കി, പ്രൊഡക്ഷൻ പെർ ഡേ തന്നിട്ടുണ്ട് അല്ലേ, പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. ആ പ്രോബബിലിറ്റിനെ ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി ആക്കി ആ ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റിയിൽ നിന്ന് നമ്മൾ ഏതിലോട്ട് കൊണ്ടുവന്നു, റേഞ്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് കൊണ്ടുവന്നു. നോർമൽ കേസ് ദാറ്റ് മീൻസ് 3, 5, 7, 10, 15, 20, 15, 10, 7, 5, 3 അങ്ങനെ പ്രോബബിലിറ്റി 1 വന്നു. ആഡ് ചെയ്യുമ്പോൾ 3 + 5 8, 8 + 7 15 വരും, +10 25. ദാറ്റ് മീൻസ് ഇതിനെ ക്യുമുലേറ്റ് ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ റേഞ്ച് എഴുതി. ഇവിടെ 3% സോ 0 to 2, ഇവിടെ 8 സോ 3 to 7 അല്ലേ, 15 8 to 14, 25 15 to 24. ദാറ്റ് മീൻസ് റേഞ്ച് എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ റേഞ്ചിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുറെ പ്രോബ്ലത്തിനകത്ത് കുറെ എന്ത് തന്നിട്ടുണ്ട്, റാൻഡം നമ്പേഴ്സ് തന്നിട്ടുണ്ട്. റാൻഡം നമ്പേഴ്സ് തന്നിട്ടുണ്ട്. സോ റാൻഡം നമ്പേഴ്സിന് ഇക്വലന്റ് ആയിട്ട് വരുന്ന പ്രൊഡക്ഷൻ ഏതാണെന്ന് കൂടെ നോക്കണം. ദാറ്റ് മീൻസ് ഫസ്റ്റ് റാൻഡം നമ്പർ എന്ന് പറയുന്നത് 20 ആണ്. സോ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ ഓക്കെ 20 ആണെങ്കിൽ ഏത് റേഞ്ചിലാണ് വരണേ, 20 ആണെങ്കിൽ ഏത് റേഞ്ചിലാണ് വരണേ അല്ലേ, 15 to 24. സോ ഫസ്റ്റ് റാൻഡം നമ്പർ എന്ന് പറയുന്നത് 20 ആണ്. സോ നമുക്ക് എത്ര വരും, 98 വരും. അതേപോലെ 98 വരും. സോ അതേപോലെ ഓരോ റാൻഡം നമ്പർ നോക്കുക, അതാത് പ്രൊഡക്ഷൻ എത്രയാണെന്ന് നോക്കുക. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ, വെയിറ്റിംഗിന്റെ ആവറേജും എംപ്റ്റി സ്പേസിന്റെ ആവറേജും ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നോക്കിയേ, ഫസ്റ്റ് ഡേ 98 പ്രൊഡക്ഷൻ നടത്തണേ. ഫെറിയുടെ സ്പേസ് എത്രയായിരുന്നു, 101 ബോട്ടുകൾ കൊണ്ടുപോകാൻ 101 കാറുകൾ കൊണ്ടുപോകാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. സോ ബാലൻസ് അവിടെ എംപ്റ്റി സ്പേസ് എന്ന് പറയുന്നത് 3 വരും. എങ്ങനെയാ, 101 മൈനസ് 98 3 വരും. സെക്കൻഡ് ഡേ റാൻഡം നമ്പർ 63 ആണ്. റേഞ്ച് വെച്ച് നോക്കുമ്പോൾ പ്രൊഡക്ഷൻ 101 വരും. കറക്റ്റ് 101. അവിടെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, വെയിറ്റിംഗും വേണ്ട, എംപ്റ്റി സ്പേസും ഉണ്ടാവില്ല. കാരണം എന്താ, 101 കാറുകളെ കൊണ്ടുപോകാനുള്ള സ്പേസ് ആണ് ആ ഫെറിക്കകത്തുള്ളത് അല്ലേ. ആൻഡ് തേർഡ് ഡേ എത്ര വരും, 100 കാറുകളാണ്. അങ്ങനെയാണെങ്കിൽ ഒരു എംപ്റ്റി സ്പേസ് വരും. ആൻഡ് സെക്കൻഡ് വൺ എഗെയിൻ 98 3 വരും. അതേപോലെ നമുക്ക് എല്ലാം ചെയ്യാം. മനസ്സിലായി? ഇവിടെ നോക്കി 103 103. ദാറ്റ് മീൻസ് അന്നത്തെ ദിവസത്തെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 103 കാറുകളാണ്. പക്ഷെ ആകെ കൊണ്ടുപോകാൻ എത്രയേ ഉള്ളൂ, 101 കാറുകൾ കൊണ്ടുപോകാനുള്ള സ്പേസേ ഉള്ളൂ. സോ അവിടെ വെയിറ്റിംഗ് ടു ബി ഷിപ്ഡ് എത്ര വരും, 2 വരും. അങ്ങനെ ഇത്രയും ദിവസത്തെ ഈ 15 ദിവസത്തെ ഡീറ്റെയിൽസ് എടുക്കുക, എന്നിട്ട് ആഡ് ചെയ്യുക. നമ്മളോട് ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ നോക്കി എംപ്റ്റി സ്പേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 3 + 1 4 7 8 9 10 12 13 15 ആൻഡ് 3 18 വരും അല്ലേ. സോ ആവറേജ് എന്ന് പറയുമ്പോൾ 18/15. അതേപോലെ തന്നെ ഏതിൻ്റെയും നോക്കണം, വെയിറ്റിംഗ് നോക്കണം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. 2 3 6/14 0.40 വരും. സോ ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായാലോ? ചെയ്ത് നോക്കാലോ. എങ്ങനെയായിരുന്നു, പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്, 15 ദിവസത്തെ പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട്, 15 ദിവസത്തെ പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്, ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക, റേഞ്ച് കണ്ടുപിടിച്ച് റാൻഡം നമ്പേഴ്സ് നോക്കി റേഞ്ച് ഐഡന്റിഫൈ ചെയ്ത് ആ എത്രയാണ് പ്രൊഡക്ഷൻ വരണേന്ന് നോക്കുക. 101 കാറുകളേക്കാൾ കൂടുതലാണ് വരുന്നതെങ്കിൽ, അതായത് ദിവസത്തെ പ്രൊഡക്ഷൻ 101 കാറുകളേക്കാൾ കൂടുതലാണ് വരുന്നതെങ്കിൽ അവിടെ വെയിറ്റിംഗ് വരും. 101 കാറിനേക്കാൾ കുറവാണെങ്കിൽ അവിടെ എംപ്റ്റി സ്പേസ് വരും. കറക്റ്റ് 101 ആണെങ്കിൽ നോ ഇഷ്യൂ. എന്നിട്ട് ആ പറയുന്ന വെയിറ്റിംഗിന്റെ ടോട്ടലിനെ /15 ചെയ്ത് ആവറേജ് ചെയ്യുക. അതേപോലെ തന്നെ എംപ്റ്റി സ്പേസിന്റെ ടോട്ടലിനെ /15 ചെയ്ത് ഏത് ചെയ്യുക, ആവറേജിലോട്ട് കൊണ്ടുവരിക. ചെയ്ത് മനസ്സിലായോ? നമ്മുടെ മെറ്റീരിയലിൽ തന്നെയുള്ള പ്രോബ്ലം ആണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ കൈയോടെ തന്നെ ഒന്ന് ബുക്കിനകത്ത് ആൻസർ ചെയ്ത് നോക്കുക. ഓരോ പ്രോബ്ലം കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഓക്കെ.